ഹായ് മക്കളെ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എല്ലാവരും നല്ല സന്തോഷമായിട്ടിരിക്കുകയാണ് എന്ന് ടീച്ചറമ്മ വിചാരിക്കുന്നു. എപ്പോഴും നല്ല ചിരിച്ച മുഖത്തോടെ ഇരിക്കുക. ചിരിക്കൂ ചിരിക്കൂ ചിരിച്ചുകൊണ്ടേയിരിക്കും. എപ്പോഴും നല്ല ചിരി വേണം കേട്ടോ. അപ്പോ നമ്മൾ ദിവസവും പറയുന്ന ചില വാക്കുകൾ നമ്മുടെ ജീവിതത്തെ തന്നെ നിയന്ത്രിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? ചില വാക്കുകൾ നമ്മളെ നല്ല ശക്തമാക്കും. പക്ഷെ ചില വാക്കുകളുണ്ടല്ലോ മക്കളെ, നമ്മുടെ സ്വപ്നങ്ങളെ തന്നെ നശിപ്പിക്കും. ഇന്ന് ടീച്ചറമ്മ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഈ വാക്കുകളെ പറ്റിയാണ്. ഈ 3 വാക്കുകൾ നിങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റിയാൽ തന്നെ നിങ്ങളുടെ ലൈഫ് പോസിറ്റീവായിട്ട് മാറാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ എന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, ഞാൻ സുജ ആർ മോഹൻ, മൈൻഡ് പവർ ട്രെയിനർ, സെലിബ്രിറ്റി കോച്ച് ആൻഡ് എ ബിസിനസ് കോച്ച്. നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ടീച്ചറമ്മ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബ് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ കിട്ടും. ദിവസവും നമ്മൾ ഈ വീഡിയോസ് ഇങ്ങനെ കാണുക, അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ലൈഫ് മാറും. ഓക്കെ. അപ്പോ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ജീവിതം മാറാനായിട്ട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. ഒരുപാട് പൈസ വേണം, അവസരങ്ങൾ വേണം. പക്ഷേ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മുടെ ജീവിതം തന്നെ മാറ്റുന്നത് നമ്മൾ പറയുന്ന ചെറിയ ചെറിയ വാക്കുകളാണ്. നമ്മൾ ലോകത്തിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള പിന്നെ ആളുകളെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെയൊക്കെ വാക്കുകളുടെ ശക്തി, അവർ പറയുന്ന വേർഡ്സ് ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരെപ്പോഴും നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാ പറയുന്നത്. മുന്നോട്ടേക്ക് വേണ്ടുന്ന കാര്യങ്ങളാ പറയുന്നത്. അവര് കഴിഞ്ഞുപോയ പാസ്റ്റും ചിന്തിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയല്ല. ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ലോകത്തിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സുകാരനാണ് ജാക്മ. ജാക്മയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പോ ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന വ്യക്തിയാണ് ആലിബാബയുടെ സ്ഥാപകനായിട്ടുള്ള ജാക്മ. പക്ഷേ അദ്ദേഹത്തിന്റെ ലൈഫ് നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ലൈഫ് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതായിരുന്നു. അദ്ദേഹം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പലതവണ അദ്ദേഹം പരാജയപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ജോലിക്കായിട്ട് അദ്ദേഹം ശ്രമിച്ച സമയത്ത് അദ്ദേഹത്തിന് 30-ലധികം സ്ഥലത്ത് നിന്നും കേട്ട മറുപടി നോ 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 എന്നുള്ളതായിരുന്നു. ഒരു ദിവസം അദ്ദേഹം ഒരു ഫാസ്റ്റ് ഫുഡ് കമ്പനിയിൽ ജോലിക്ക് അപേക്ഷിച്ചു. അവിടെ ഏകദേശം 24 പേര് ഈ ജോലിക്ക് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 23 പേർക്കും ആ ജോലി കിട്ടി. ജോലി ഒരാൾക്ക് മാത്രമാണ് കിട്ടാതിരുന്നത്. ആർക്കായിരിക്കും? യെസ്, ജാക്മയ്ക്ക് മാത്രം ജോലി കിട്ടിയില്ല, ബാക്കി എല്ലാവർക്കും കിട്ടി. അപ്പോ എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, എനിക്ക് ഭാഗ്യമില്ല, ദൈവം പോലും എന്നെ കളഞ്ഞിട്ടേക്കാണ്, ഞാൻ വിജയിക്കില്ല എന്ന് അദ്ദേഹം അന്ന് ചിന്തിച്ചിരുന്നു എങ്കിൽ ഇന്ന് ലോകം അലിബാബ എന്ന് പറയുന്ന വലിയ കമ്പനി കാണുമായിരുന്നോ? അതാണ് എന്റെ ചോദ്യം, അല്ലെ? അതുപോലെ അദ്ദേഹം അന്ന് പറഞ്ഞത് എന്തായിരുന്നു എന്നറിയാവോ? ടുഡേ ഈസ് ഡിഫിക്കൽട്ട്, ടുമോറോ വിൽ ബി മോർ ഡിഫിക്കൽട്ട്, ബട്ട് ദ ഡേ ആഫ്റ്റർ ടുമോറോ വിൽ ബി ബ്യൂട്ടിഫുൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ന് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്. നാളെ ചിലപ്പോൾ കുറച്ചുകൂടെ ബുദ്ധിമുട്ടേറാം. പക്ഷെ അതിനും അപ്പുറം എന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ കാത്തിരിപ്പുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതാണ് ശുഭപ്രതീക്ഷയോടെയുള്ള ഒപ്റ്റിമിസ്റ്റിക് നേച്ചറിലുള്ള ഒരു വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നത്. നിങ്ങൾ അങ്ങനെയാണോ ചിന്തിക്കുന്നത്? അതോ ദൈവമേ എന്റെ ഭാവി എന്താകും, ഞാൻ പരാജയപ്പെട്ടു പോകുമോ, ഞാൻ ചെയ്യുന്ന ബിസിനസ് പരാജയപ്പെട്ടു പോകുമോ, ഞാൻ വിജയിക്കും, എപ്പോഴും ഒരു സെൽഫ് ഡൗട്ട് ഉള്ള വ്യക്തിയാണോ നിങ്ങൾ? ഇന്ന് ആലിബാബ ഗ്രൂപ്പ് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നാണ്, അല്ലെ? അപ്പോ ഒരു മനുഷ്യന്റെ ജീവിതം പോലും മാറ്റാനായിട്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ ഈ സ്റ്റോറിയിലൂടെ മനസ്സിലാക്കുന്നത്, അല്ലെ മക്കളെ? യെസ്. അപ്പോ നിങ്ങളുടെ ലൈഫ് തന്നെ നശിപ്പിക്കുന്ന ആദ്യത്തെ വാക്ക് എന്ന് പറയുന്നത്, എഴുതി വെച്ചോളൂ, എനിക്ക് പറ്റില്ല. അതായത് ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡേഞ്ചറസ് സെന്റൻസസ് ഇൻ ദ വേൾഡ്. എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് പറ്റില്ല. നമ്മൾ ഈ എനിക്ക് പറ്റില്ല എനിക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സ് അതിനുവേണ്ടി ശ്രമിക്കാൻ തയ്യാറാവില്ല. ശരിക്കും നമ്മുടെ മനസ്സൊരു കമ്പ്യൂട്ടർ പോലെയാണ്. നിങ്ങൾ എന്ത് കമാൻഡാണ് അതിന് കൊടുക്കുന്നത്, മനസ്സ് ആ കമാൻഡ് തന്നെ ഫോളോ ചെയ്യും. എന്ത് കാര്യം ചെയ്യാൻ തുടങ്ങില്ല, അയ്യോ എനിക്ക് പറ്റില്ല. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം, അയ്യോ എനിക്ക് പറ്റില്ല, ആളുകൾ എന്നെ പറ്റി എന്ത് വിചാരിക്കും, ആളുകൾ എന്തെങ്കിലും മോശം പറയോ, വീഡിയോക്ക് താഴെ ഒന്ന് നെഗറ്റീവ് കമന്റ് ഇടുവോ,
അല്ലെങ്കിൽ ജോലിക്ക് ശ്രമിക്കണം, അയ്യോ എനിക്ക് അത് പറ്റൂല, എനിക്ക് എക്സ്പീരിയൻസ് കുറവാണ്, എന്നെക്കാട്ടിൽ എക്സ്പീരിയൻസ് ഉള്ള എത്രയോ പേരുണ്ട്, PSC എഴുതിയൊരു ജോലി നേടുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരാണ് LDCക്ക് വേണ്ടി അല്ലെങ്കിൽ LGSനൊക്കെ വേണ്ടി അപ്ലൈ ചെയ്യുന്ന, ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്ത് അത്രയും കഴിവുള്ളവരുള്ളപ്പോ എനിക്കത് കിട്ടുമോ? ഇങ്ങനെയുള്ള എന്നെ കൊണ്ടത് പറ്റില്ല എന്നാണ് നിങ്ങൾ നിരന്തരം ചിന്തിക്കുന്നെങ്കിൽ നിങ്ങൾ മനസ്സിന് കൊടുക്കുന്ന കമാൻഡ് എന്താ? എന്നെ കൊണ്ട് പറ്റില്ല. അപ്പൊ നമ്മള് ആ കമാൻഡ് കൊടുക്കുമ്പോൾ മനസ്സ് പറയും യെസ് ബോസ്, മനസ്സ് അത് തന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങും. അപ്പൊ നമ്മള് നിരന്തരം എനിക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിൻ പറയും ഓക്കെ, അപ്പോ അതിനുവേണ്ടി ശ്രമിക്കണ്ട എന്ന്. നിങ്ങള് ഒരു ചെറിയ കുട്ടി സൈക്കിൾ ഓടിക്കാൻ പഠിക്കുകയാണ്. അവൻ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുമ്പോൾ ആദ്യം തന്നെ അവൻ പറയാണ് അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ വീഴും എന്നാണ് അവൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ, അല്ലെ എന്നെ കൊണ്ട് പറ്റില്ല എന്നാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ, ആദ്യ ദിവസം തന്നെ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ അവൻ കളഞ്ഞിട്ട് പോകും. അവൻ ഒരിക്കലും സൈക്കിൾ ഓടിക്കാൻ പറ്റില്ല, അല്ലെ? അപ്പൊ അവൻ നിരന്തരം പറയാണ് എന്നെ കൊണ്ട് പറ്റും. അതുപോലെ നിങ്ങൾ പിന്നെ കാർ ഡ്രൈവിങ്ങിന് പോകുമ്പോ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, അയ്യോ എനിക്ക് കാർ ഡ്രൈവിംഗ് പേടിയാണ്, എന്നെ കൊണ്ട് പറ്റില്ല, എന്നെ കൊണ്ട് പറ്റില്ല. നിരന്തരം നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നടക്കില്ല. നമ്മൾ ശ്രമിക്കാതിരുന്നു കഴിഞ്ഞാൽ ഒന്നും നമുക്ക് പറ്റില്ല. ഇതൊക്കെ നമ്മുടെ മനസ്സിന്റെ ലിമിറ്റേഷൻസ് ആണ്. അപ്പോ നമ്മൾ നിരന്തരം എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള ആ ഒരു കാര്യമാണോ റിപ്പീറ്റ് ചെയ്യുന്നത്? നിങ്ങൾ അങ്ങനെ ചിന്തിക്കാറുണ്ടോ? എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് പബ്ലിക് സ്പീക്കിംഗ്, അയ്യോ എന്നെ കൊണ്ട് പറ്റൂല, എനിക്ക് ആൾക്കാരെ കാണുമ്പോൾ കൈയും കാലും വിറക്കി, എനിക്കതിനുള്ള ധൈര്യമില്ല, ഇതാണോ നിങ്ങൾ നിരന്തരം പറയുന്നത്? അപ്പോ ഇനി നിങ്ങളുടെ ലൈഫ് തന്നെ തകർക്കാൻ സാധ്യതയുള്ള രണ്ടാമത്തെ വാക്കിന് ശ്രമ പറയട്ടെ, എനിക്ക് ഭാഗ്യമില്ല. സക്സസ് ഈസ് നോട്ട് അബൌട്ട് ലക്ക് എന്ന് മനസ്സിലാക്കുക മക്കളെ. ജീവിതത്തില് ഒരാള് രക്ഷപ്പെടുന്നത് ഭാഗ്യം കൊണ്ടാണോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ആണോ? കമന്റിൽ ഇടൂ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പലരും അവരുടെ ലൈഫിൽ പരാജയപ്പെടുമ്പോ സ്വയം പറയുന്ന ഒരു കാര്യമാണ്, ഓ ഞാനൊരു ഭാഗ്യം കെട്ടവരാ, അല്ലെങ്കിൽ ഞാനൊരു ഭാഗ്യം ഇല്ലാത്ത വ്യക്തിയാ എന്ന് സ്വയം അവരങ്ങനെ തന്നെ ഒരു മുദ്ര കുത്തുന്നതാണ്. നമ്മൾ വീണ്ടും വീണ്ടും ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കത് നേടാൻ പറ്റും, അല്ലെ? സത്യം പറഞ്ഞാൽ ഇന്ന് എന്റെ ലൈഫ് കാണുമ്പോൾ പലരും പറയാറുണ്ട്, ഓ അവളുടെ ജാതകത്തിൽ നല്ല സമയം തെളിഞ്ഞു, നീ ഭാഗ്യമുള്ള വ്യക്തിയാ, അല്ലെങ്കിൽ ഇത്രയും ഒരു പരാജയത്തിൽ നിന്ന് ഇന്നൊരു വലിയ സക്സസ് ഉണ്ടാവില്ലല്ലോ. അപ്പോ പലരും വിചാരിക്കുന്നത് അത് ഭാഗ്യം കൊണ്ടാണെന്നാണ്. നിങ്ങൾക്ക് തോന്നുന്നു അത് ഭാഗ്യം കൊണ്ടാണ് എന്ന്? ഒരു കാലത്ത് ഞാൻ അതിനുവേണ്ടി അത്രയും എഫേർട്ട് ഇട്ട് എന്റെ നെഗറ്റീവ് ചിന്തകളെ മാറ്റി പോസിറ്റീവ് ചിന്തകളാക്കി മൈൻഡ് പവർ പ്രാക്ടീസസ് കറക്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടല്ലേ ഇന്ന് ടീച്ചറമ്മയ്ക്ക് സക്സസിലേക്ക് എത്താൻ പറ്റിയത്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഈ ഒരു സക്സസ് വരുന്നില്ല എങ്കിൽ അതിന്റെ കാര്യം ഞാൻ ഭാഗ്യമില്ലാത്ത വ്യക്തി ആയതുകൊണ്ടല്ല, നമ്മൾ മനസ്സിലാക്കാം. അപ്പോ നമ്മള് ഞാൻ അന്ന് പരാജയം സമ്മതിക്കാനായിട്ട് തയ്യാറായിരുന്നുവെങ്കിൽ, നിങ്ങൾക്ക് അറിയില്ല, ജോലി നഷ്ടപ്പെട്ട സമയത്ത് ഞാൻ എന്നെ കൊണ്ട് ഇനി പറ്റില്ല, ഒന്നും പറ്റില്ല, ഇത് എന്റെ വിധിയാണ്, ഇതെനിക്ക് അനുഭവിച്ചേ പറ്റൂ, ഞാൻ ഇങ്ങനെയൊക്കെ എനിക്ക് ജീവിക്കാൻ പറ്റൂ എന്ന് കരുതി ഞാൻ അതിൽ തന്നെ ആ ഒരു ചിന്തയിൽ തന്നെ കടിച്ചു തൂങ്ങി കിടന്നിരുന്നെങ്കിൽ, ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പുതിയ അവസരങ്ങൾ എന്നിലേക്ക് വരുമോ? ഇന്ന് ഇതുപോലെ സൂപ്പർ സക്സസ്ഫുൾ ആവാൻ പറ്റുമോ? കേരളത്തിൽ ആദ്യമായിട്ട് ലൈഫ് കോച്ചിങ് സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് ഏറ്റവും സൂപ്പർ സക്സസ്ഫുൾ ആയിട്ട് ഏറ്റവും കേരളത്തിൽ ഏൺ ചെയ്യുന്ന ലൈഫ് കോച്ചായി മാറി. എന്തുകൊണ്ടാ? അന്ന് ആ നെഗറ്റീവ് ചിന്തയിൽ നിന്ന് ഒന്ന് മാറി ചിന്തിക്കാൻ തയ്യാറായത് കൊണ്ടാ, അല്ലെ? അപ്പോ സ്വയം ഭാഗ്യമില്ലാത്ത വ്യക്തി എന്നാണോ നിങ്ങൾ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത്? ആണെങ്കിൽ തീർച്ചയായിട്ടും കമന്റിൽ ഇടണം കേട്ടോ. ഇനി നമ്മുടെ ലൈഫ് നശിപ്പിക്കുന്ന മൂന്നാമത്തെ വാക്ക് എന്താണെന്നറിയോ മക്കളെ? ഈ വാക്ക് പലരുടെയും സ്വപ്നങ്ങളെ നശിപ്പിച്ചിട്ടുണ്ട്. ഐ വിൽ ഡു ലേറ്റർ, പിന്നെ ചെയ്യാം, പിന്നീട് തുടങ്ങാം, പിന്നീട് ശ്രമിക്കാം, ഇപ്പൊ കറക്റ്റ് ടൈം അല്ല, ഇപ്പൊ ഇനി സമയമായിട്ടില്ല, സാഹചര്യങ്ങൾ എനിക്ക് അനുകൂലമല്ല, എനിക്ക് ആരും സപ്പോർട്ട് തരുന്നില്ല. ഇങ്ങനെ എക്സ്ക്യൂസുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? നമ്മൾ മനസ്സിലാക്കണം, എക്സ്ക്യൂസുകൾ പറയുന്നവരെ എവിടെയും എത്തില്ല. പലർക്കും പരാജയപ്പെട്ടവനെ നോക്കിക്കഴിഞ്ഞാൽ അവന്റെ കയ്യിൽ ഒരു നീണ്ട ലിസ്റ്റ് കാണും. ഞാൻ പരാജയപ്പെടാനുള്ള കാരണങ്ങൾ ഇതാണെന്ന് പറയുന്ന ഒരു നീണ്ട ലിസ്റ്റ് കാണും. എന്നാൽ വിജയിച്ചവന്റെ കയ്യിൽ ഒരൊറ്റ ലിസ്റ്റേ ഉള്ളൂ. എന്താണ്? എനിക്ക് വിജയിക്കണമായിരുന്നു, അതുകൊണ്ട് ഞാൻ വിജയിച്ചു. ഇതിനെയാണ് മക്കളെ ബേണിംഗ് ഡിസയർ എന്ന് പറയുന്നത്. ടീച്ചർ എപ്പോഴും പറഞ്ഞിരുന്നില്ലേ, എന്റെ ലൈഫിൽ ഞാൻ തകർന്ന് തരിപ്പണമായി ബിഗ് സീറോ ആയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത്
എനിക്കും വേണമെങ്കിൽ ഒരുപാട് എക്സ്ക്യൂസുകൾ പറയാൻ വരുന്നു. എന്റെ ഹെൽത്ത് പെർഫെക്റ്റ് അല്ല, ഞാൻ കട്ടിൽ തളർന്നു കിടക്കുക, എനിക്ക് ഇനി ഒന്നും നേടാൻ പറ്റില്ല, എന്റെ ബാങ്ക് ബാലൻസ് സീറോ ആണ്, അതിനെയും പഴിച്ച് കരഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ 4 ചുവരുകൾക്കുള്ളിൽ ഞാൻ തളയ്ക്കപ്പെട്ട് കിടന്നേനെ. അവിടെ എനിക്ക് ആ ഒരു ബേണിംഗ് ഡിസയർ ഉണ്ടായി, വളരണം, വിജയിക്കണം, എനിക്ക് എന്റെ ഇന്നലകളോട് പൊരുതണം, എന്റെ ഈ അനുഭവിക്കുന്ന ഈ ദുരിതങ്ങളോട് പൊരുതി എനിക്ക് വിജയിക്കണം. എനിക്ക് ഇങ്ങനെ തോൽക്കാൻ എനിക്ക് മനസ്സില്ലായിരുന്നു. സത്യം പറയാലോ, ഞാൻ ഒന്നേ ചിന്തിച്ചിട്ടുള്ളൂ. എനിക്ക് ലൈഫിൽ ഒരുപാട് പരാജയങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ പരാജയങ്ങളിൽ ഞാനിങ്ങനെ തോറ്റ് തകർന്നടിഞ്ഞ് ഒരു പരാജിതയെ പോലെ തലയും കുമ്പിട്ട് ഈ ഭൂമിയിൽ നിന്ന് ഞാൻ പോകൂല. അതെന്റെ വാശിയായിരുന്നു, ജീവിതത്തോടുള്ള വാശി, ആരോടുമുള്ള വാശിയല്ല. എനിക്ക് എന്തായാലും വിജയിക്കണം, എനിക്ക് മുന്നോട്ട് പോകണം. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് വിജയിച്ചു കഴിഞ്ഞാൽ ഇനി എനിക്ക് ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്യാൻ പറ്റും, അവർക്കൊക്കെ വഴികാട്ടിയാകാൻ പറ്റും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 7,000 രൂപ സാലറിയിൽ നിന്നിരുന്ന ഞാൻ ഇന്ന് ഒരു മൾട്ടി മില്യനെയർ ലെവലിലേക്ക് എത്തി. അപ്പൊ സ്വന്തം ലൈഫിൽ ചെയ്ത് കാണിച്ചിട്ടാണ് ടീച്ചർമ്മ നിങ്ങളോട് പറയുന്നത്, മക്കളെ ആർക്കും പറ്റും. അതിന് നമുക്ക് എന്ത് വേണം? ഉള്ളില് BD വേണം. എന്താണ് BD? വലിക്കുന്ന BD അല്ല, ബേണിംഗ് ഡിസയർ. ബേണിംഗ് ഡിസയർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഉള്ളിൽ നിന്ന് അതിശക്തമായിട്ട് അതിതീവ്രമായിട്ടുള്ള ആഗ്രഹം വരണം. എന്ത്? എനിക്ക് വിജയിക്കണം, എനിക്ക് വളരണം, അടുത്ത ലെവലിലേക്ക് പോണം. നന്ദഗോവിന്ദം ഭജൻസിനോട് ഏതോ ഒരു ഇന്റർവ്യൂല് ആരോ ചോദിക്കുന്നത്, ഒരു ഇന്റർവ്യൂവർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും സ്വപ്നങ്ങളുണ്ടോ? അപ്പോ നവീൻ മോൻ ഉത്തരം പറയുന്നത് കേട്ടു, ഞങ്ങളുടെ സ്വപ്നത്തിലാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നവീൻ മോൻ എന്ന് പറയാൻ കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നവീനെ. ഞാൻ അത്രയും ഒരു മദർലി ഫീലിംഗ് ആണ് എനിക്ക് ആളോട് തോന്നുന്നത് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ ഒരു സ്വപ്നം അവരൊരിക്കൽ കണ്ട സ്വപ്നത്തിലാണ് മക്കളെ അവരിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ സ്വപ്നം എന്താന്ന് വെച്ചാൽ, എനിക്കും പറയാനുള്ള ഉത്തരം അതാ. ഞാൻ ഒരിക്കൽ കണ്ട സ്വപ്നം, ആ സ്വപ്നത്തിലാണ് ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്രയും പവർഫുൾ ആണ് നമ്മള് ചിന്തിക്കുന്ന ചിന്തകൾ. അപ്പം നമ്മുടെ പരാജയങ്ങളല്ല ശരിക്കും നമ്മുടെ സ്വപ്നങ്ങളെ ഇല്ലാതാക്കുന്നത്. ഡ്രീംസ് ആർ ഡിസ്ട്രോയിഡ് ബൈ ഡിലേ. നമ്മൾ എത്രത്തോളം ഡിലേ ചെയ്യുന്നു അത്രയും നമ്മുടെ സ്വപ്നങ്ങൾ നശിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്കൊരു ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ചെയ്യണം. ഇന്ന് ചെയ്യാം, നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം, അടുത്ത ആഴ്ച ചെയ്യാം, അടുത്ത മാസത്തിൽ നല്ലൊരു ഡേറ്റ് ഉണ്ട് അന്ന് ചെയ്യാം, അങ്ങനെ നീട്ടി നീട്ടി വെച്ചോണ്ടിരിക്കണം. ഒരു സമയം എത്തുമ്പോ ഒന്നും ചെയ്യാതെ ഞാൻ എന്റെ നല്ല ജീവിതങ്ങളെല്ലാം നശിപ്പിച്ചല്ലോ, നല്ല ദിവസങ്ങളെല്ലാം നശിപ്പിച്ചല്ലോ എന്ന് സങ്കടപ്പെടേണ്ട ഒരവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ വരരുത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ടീച്ചർമ്മയുടെ ഓരോ പൊന്നുമക്കളോടുമാണ് ടീച്ചർമ്മയ്ക്ക് പറയാനുള്ളത്. മക്കളെ, നാളെ നാളെ നീള എന്നും പറഞ്ഞ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് നിങ്ങൾ വേസ്റ്റ് ചെയ്താൽ നിങ്ങൾ എന്നും എത്തില്ല. ഞാൻ എന്റെ ലൈഫിൽ നല്ല പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഓരോ നിമിഷവും സക്സസിന് മീതെ സക്സസ് കയറി വരുന്നത്. കഴിഞ്ഞ 5 വർഷമായിട്ട് എനിക്ക് തിരിഞ്ഞു നോക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. നമ്മൾ ഓരോ നിമിഷവും മുന്നോട്ട് ഇപ്പം എന്റെ ലൈഫിൽ ഒരു വലിയ ഗോള് നടക്കാൻ പോവാണ്. അത് ടീച്ചർമ്മ തീർച്ചയായിട്ടും നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതാ നടന്നു കഴിഞ്ഞപ്പോഴും സ്വപ്നങ്ങൾ നേടിക്കഴിഞ്ഞിട്ടല്ലേ പറയണ്ടത്, നേടിക്കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോ ഞാൻ എന്റെ ഓരോ അനുഭവങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്തിനാ? നിങ്ങളും ഇതുപോലെ ലൈഫിൽ വിജയിച്ച് കാണണം. എന്നെ കാണുന്ന ഓരോ വ്യക്തികളും ഓരോരുത്തരും ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ നേടണം അല്ലെ. ഒരുപാട് മൈൻഡ് പവറുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വീഡിയോസിലൂടെ പറഞ്ഞു തരാറുണ്ട്. അതുപോലെ നിങ്ങൾക്ക് കുറച്ച് ഡീപ്പറായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സിൽവർ ക്ലാസ്സിൽ കയറി ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യണം. നിരന്തരമായിട്ടുള്ള പ്രാക്ടീസ്. നമ്മൾ പോലും അറിയാതെ ക്ലാസ്സിൽ നിങ്ങളിങ്ങനെ വന്നിരിക്കും, നിങ്ങൾ പോലും വരെ നിങ്ങളുടെ മനസ്സിനെ ടീച്ചർ റീപ്രോഗ്രാമിംഗ് ചെയ്ത് അതിലുള്ള നെഗറ്റീവ്സ് ഓരോ പ്രാക്ടീസസിലൂടെ എടുത്തു കളഞ്ഞ് നിങ്ങൾ തന്നെ വിചാരിക്കും എങ്ങനെയാ എന്റെ ലൈഫ് മാറുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സ്റ്റുഡന്റ്, UK നിന്നുള്ള ഒരു സ്റ്റുഡന്റ് ആണ്. ആള് ഭയങ്കരമായിട്ടുള്ള ഒരു പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ അവസ്ഥയിലൂടെ കടന്നു പോകുമായിരുന്നു. ആളുടെ സക്സസ് സ്റ്റോറി ഞാൻ യൂട്യൂബിൽ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പൊ ആള് പറഞ്ഞത് ഇങ്ങനെയാണ്, കുഞ്ഞിന് 10 മാസത്തോളായി ഇപ്പോ ഈ ഒരു പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ വന്ന് കുഞ്ഞിനെ പോലും അടിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. നിങ്ങളത് ആലോചിക്കും, 10 മാസമുള്ള കുഞ്ഞിന്റെ അടുത്ത് പോലും ആ ദേഷ്യം തീർക്കുന്ന അവസ്ഥയായിരുന്നു. അപ്പൊ ഈ ക്ലാസ്സിനെ കുറിച്ചൊക്കെ കേട്ടപ്പോ ഇതൊക്കെ ഉള്ളതാണോ, പൈസ പോകും എന്നൊക്കെ പേടിച്ചാണ് സത്യം പറഞ്ഞാൽ എന്നോട് പറഞ്ഞ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. പക്ഷെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് വെറും 10 ദിവസം കൊണ്ട് ഇന്ന് ആ കുട്ടി പറയാ, ഞാനിന്ന് അനുഭവിക്കുന്ന സന്തോഷം, സമാധാനം ടീച്ചർമാർ എനിക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞെത്തിക്കാൻ പറ്റുന്നില്ല, എന്റെ ഡിപ്രഷൻ പോയി. ഇത് എനിക്ക് തോന്നുന്നത്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 9 PM ക്ലാസ്സിലോ 1 PM ക്ലാസ്സിലോ ഒരു സ്റ്റുഡന്റ് ഷെയർ ചെയ്ത സക്സസ് സ്റ്റോറിയാണ്. ആ സമയത്ത് ക്ലാസ്സിൽ ഉണ്ടായിരുന്നവർ ടീച്ചർമാർ ഞാൻ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു എന്ന് കമന്റിൽ ഇടണേ. അപ്പൊ ഈ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും സത്യമാണ്. അപ്പൊ ആ കുട്ടി പറഞ്ഞത് ഇതാണ്. ശരിക്കും പറഞ്ഞ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആ കുട്ടി അത്രയേറെ ഡിപ്രഷനിൽ തകർന്ന് തരിപ്പണമായി
കുഞ്ഞിനെ പോലും അടിക്കുന്ന ഒരവസ്ഥ, സമാധാനമില്ല, സന്തോഷമില്ല. ഇന്ന് ഫുൾ ടൈം ഹാപ്പിനെസ്, സന്തോഷം, സമാധാനം ഒക്കെ നേടി വെറും 10 ദിവസം കൊണ്ട്. അപ്പൊ അത്രയും വലിയൊരു ചേഞ്ച് ഉണ്ടാകും. സ്റ്റുഡൻസ് പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് നമ്മൾ തരുന്ന ഫീസ് ഒന്നുമല്ല ടീച്ചറും, അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം, സമാധാനം, സക്സസ് എന്ന് പറയുന്നത് നമുക്ക് കോടിക്കണക്കിന് രൂപ വില കൊടുത്താൽ മേടിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഡീപ്പറായിട്ട് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് പഠിക്കുക. കാര്യം വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്ത് തരുന്ന കാര്യങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ പറയാറുണ്ട് ലൈഫിൽ അത്രയും മാറ്റം വരുന്നുണ്ട്, ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ അത്രയും ഹ്യൂജ് ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് വരും കേട്ടോ മക്കളെ. അപ്പോൾ നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും അതായത് വളരെയധികം ശ്രദ്ധിക്കണം. അതായത് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, പിന്നെ ചെയ്യാം, നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം, അങ്ങനെ പിന്നീട് നിങ്ങൾ പറയുന്ന ഓരോ പിന്നീടും നിങ്ങളുടെ ഭാവിയെ കുറച്ചുകൂടി അകറ്റുകയാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നോ? അപ്പൊ പല കാര്യങ്ങളും തുടങ്ങണമെന്ന് വിചാരിക്കും, പക്ഷേ പലരും ചെയ്യാറില്ല. പക്ഷെ ഒരു ദിവസം നിങ്ങൾക്ക് കുറ്റബോധം വരും, അന്ന് ഞാൻ തുടങ്ങിയിരുന്നെങ്കിൽ ഞാൻ എവിടെ എത്തിയേനല്ലേ. ടൈമിൽ ആക്ഷൻ എടുക്കുക. പലരും എന്നോട് പറയാറുണ്ട്, ടീച്ചർമ്മ ഞാനിപ്പോ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ടീച്ചറമ്മ ഒരു 10 വർഷം മുമ്പ് പരിചയപ്പെട്ട് ഞാൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു ഇത്രയും ദുരിതം എനിക്ക് എൻ്റെ ലൈഫിൽ അനുഭവിക്കേണ്ടതായിട്ട് വരില്ലായിരുന്നു എന്ന്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് അതിനൊരു സമയമുണ്ട്. നമ്മൾ അത് എത്തുമ്പോ ഓക്കെ അവർ ആ സമയത്തെങ്കിലും ക്ലാസ്സിലേക്ക് എത്തിയല്ലോ എന്നാ ചിന്തിക്കുന്നത്. പലരും എന്താ പറയാ, ഈ സത്യങ്ങളൊന്നും അറിയാതെ, മൈൻഡ് പവറിന്റെ അനന്തമായിട്ടുള്ള സാധ്യതകളൊന്നും അറിയാതെ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോയിട്ടുള്ള എത്രയോ മനുഷ്യരുണ്ടല്ലേ. അപ്പൊ അതൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എത്ര ഭാഗ്യം ചെയ്തവരാണ്. അതുകൊണ്ട് എനിക്ക് പറ്റില്ല, എനിക്ക് ഭാഗ്യമില്ല, ഞാൻ പിന്നീട് ചെയ്യാം എന്നും പറഞ്ഞ് മാറ്റി വെക്കരുത്. അപ്പൊ ഈ പറഞ്ഞ 3 വാക്കുകൾ, എനിക്ക് പറ്റില്ല, എനിക്ക് ഭാഗ്യമില്ല, പിന്നീട്, ഈ 3 വാക്കുകൾ നമ്മുടെ ഡിക്ഷണറിയിൽ നിന്നും എടുത്ത് ദൂരെ കളയണം. അതിന് പകരം ഞാൻ ശ്രമിക്കും, ഞാൻ നേടും, ഞാൻ ഭാഗ്യവാനാണ്, ഞാൻ ഇന്നു മുതൽ തുടങ്ങും, ഈ നിമിഷം മുതൽ തുടങ്ങും. ഇങ്ങനെ നമ്മുടെ ചിന്തകൾ മാറ്റുമ്പോ നമ്മുടെ വാക്കുകൾ മാറും. വാക്കുകൾ മാറുമ്പോൾ അത് നമ്മുടെ ജീവിതം തന്നെ മാറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ടീച്ചർമ്മ പറഞ്ഞു തന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റിൽ തീർച്ചയായിട്ടും നല്ല നല്ല കമന്റ്സ് ഇടുക കേട്ടോ. നിങ്ങളുടെ കമന്റ്സ് ആണ് കൂടുതൽ വീഡിയോ ചെയ്യാനായിട്ട് ടീച്ചർമ്മയ്ക്ക് പ്രോത്സാഹനം തരുന്നത്. നിങ്ങളുടെ ഒരു സ്നേഹം കാണുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി കൂടുതൽ വീഡിയോസ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ആഗ്രഹം വരും കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ടീച്ചർമ്മ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരും. അതുപോലെ തന്നെ ഞാൻ ലൈവിൽ വരുമ്പോൾ നമുക്ക് സംസാരിക്കാം, നിങ്ങൾക്കുള്ള ഡൗട്ട്സ് ഒക്കെ ചോദിക്കുക, അതുപോലെ നിങ്ങളുടെ ഹാപ്പിനെസ് ഒക്കെ ഷെയർ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക്, ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പുകളിലേക്ക് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് പേരുടെ ലൈഫ് മാറ്റും. ചിലപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ ആയിരിക്കും ഒരു മനുഷ്യന്റെ ജീവിതം തന്നെ മാറ്റുന്നത് അല്ലെ. നമ്മൾ ലൈഫിൽ ഏറ്റവും കൂടുതൽ സമ്പാദിക്കേണ്ടത് ബ്ലെസ്സിങ്സ് ആണ് മക്കളെ. നമ്മൾ നാളെ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുമ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള ആ അനുഗ്രഹങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഡോക്ടർ APJ അബ്ദുൽ കലാം, അദ്ദേഹം മരണപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ അറിയാവുന്ന എല്ലാ കണ്ണുകളും നിറഞ്ഞൊഴുകി. എന്തുകൊണ്ടാ? അദ്ദേഹം അത്രയും നല്ലൊരു മനുഷ്യനായിരുന്നു അല്ലെ. അതുപോലെ നമ്മൾ നല്ല മനുഷ്യരായിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായി മാറുക. മരിച്ച് സ്വർഗത്ത് ചെല്ലുമ്പോ ദൈവം ചോദിക്കുക, ഞാൻ നിനക്ക് നല്ലൊരു ജീവിതം തന്നിട്ട് നീ എത്ര വീടുകൾ സമ്പാദിച്ചു, നീ എത്ര കാറുകൾ സമ്പാദിച്ചു, നിനക്ക് എത്ര ബിസിനസ് ഉണ്ടായിരുന്നു, നിനക്ക് എത്രത്തോളം ബാങ്ക് ബാലൻസ് ഉണ്ടായിരുന്നു എന്നല്ല. മരിച്ച് ഭൂമിയിലേക്ക് സ്വർഗത്തിലേക്ക് എത്തിയ നിന്നെ ഓർത്ത് കരയാൻ നീ എത്ര മനസ്സുകളെ സൃഷ്ടിച്ചു എന്നായിരിക്കും ദൈവത്തിന്റെ ചോദ്യം. പലരും എണ്ണി നോക്കും, എൻ്റെ അച്ഛൻ അമ്മ സഹോദരങ്ങളാ, ഈ 10 വിരൽ കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോകാൻ പലർക്കും ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ ഒരു എന്താ പറയാ വിഷമിച്ച് നിൽക്കേണ്ട അവസ്ഥ വരാതെ നമുക്ക് എത്ര പേർക്ക് ഉപകാരം ചെയ്യാൻ പറ്റും അത്രയും പേർക്ക് ഉപകാരം ചെയ്യുക, നന്മ ചെയ്യുക, നല്ല വ്യക്തിയായിട്ടിരിക്കുക. അപ്പോൾ എപ്പോഴും നല്ല പുഞ്ചിരിയോടെ ഇരിക്കുക. അടുത്ത വീഡിയോയിൽ വിശ്രമം വരുന്നിടം വരെ കാത്തിരിക്കുക. ലവ് യു ഓൾ.